കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപം ചൂരണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടിവെക്കാൻ വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞാണ് അവിടെ നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഇതിനിടെ കുട്ടിയാന പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഓടിയെത്തിയത് കുറച്ചുനേരത്തേക്ക് പരിഭ്രാന്തി ഉണ്ടാക്കി. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കുട്ടിയാന ചൂരണിയിലെ ജനവാസ മേഖലയിലാണ്. കുട്ടിയാനയുടെ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്ക്. ഇന്ന് പുലർച്ചെ മുതൽ കുട്ടിയാന ജനവാസ മേഖലയിലുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ഇതുവരെ മയക്കുവെടി വെക്കാൻ തയ്യാറായിട്ടില്ല. രാവിലെ മുതൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇപ്പൊ എനിക്കിന്ന് പറയാൻ ചെയ്ത് 2 ആഴ്ച കാലമായി ഈ മേഖലയിൽ കിടന്നിട്ട് ഈ ആനക്കുട്ടി ഇങ്ങനെ വിരകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാരണം വെച്ചാൽ പിന്നെ പ്രദേശവാസികൾ ഓടിക്കുകയും അത് ഒരു എന്താ പറയണ്ടേ, ഞാനൊരു അനുഭവസ്ഥയാണ്. ഞാനും എൻ്റെ മകനും ഇതിനിടയിൽ എന്താ പറയണ്ടേ സ്കൂട്ടിയും കാര്യങ്ങളായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എനിക്കുണ്ട്. കുട്ടിയാനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഇതിനിടയിലാണ് ഭീതി പരത്തി കുട്ടിയാന അപ്രതീക്ഷിതമായി പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഓടിയത്. കൂടുതൽ RRT പ്രവർത്തകർ എത്തുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. നാളെ രാവിലെ മയക്കുവെടി വെക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുട്ടിയാനയെ കാണാൻ നിരവധി പേരാണ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും മേഖലയിലേക്ക് വരരുതെന്നാണ് പോലീസ് നിർദ്ദേശം. 24 കോഴിക്കോട്.